ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം ഇന്നത്തെ പത്രമാറ്റിൻ്റെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നവ്യ നയനോട് ഭയങ്കര ഷൗട്ട് ചെയ്യുകയാണ്. ഏതായാലും ആ കൊച്ച് എൻ്റെ റൂമിലേക്ക് വരാനായിട്ട് പാടില്ല, എൻ്റെ കുഞ്ഞിനെ കളിപ്പിക്കാനായിട്ടും പാടില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നയന, ആഹാ ചേച്ചി അതെന്ത് വർത്തമാനമാണ് പറയുന്നത്? ഒരു കുഞ്ഞല്ലേ, നമ്മളെല്ലാവരും ഒരു വീട്ടിലല്ലേ താമസിക്കുന്നത്. അപ്പോൾ ആ കുഞ്ഞിനൊന്ന് കണ്ടെന്ന് വിചാരിച്ച് എന്താണ് ചേച്ചി കുഴപ്പം? ആഹാ അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിലേ നീ ആ കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം, വിലക്കണം. എൻ്റെ റൂമിലേക്ക് വരാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട്, അല്ലാതെ എൻ്റെ റൂമിലേക്ക് പറഞ്ഞു വിടുകയല്ല വേണ്ടത്. അപ്പോൾ എടുത്ത വൈകും ജലജ, ദേ ഇനി മേലാൽ ഇവളുടെ റൂമിലേക്ക് എങ്ങാനും ആ പെങ്കൊച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടി ഞാൻ വെച്ച് കൊടുക്കും. ഇത് കേട്ടോ, നയന വിട്ട് കൊടുക്കോ? അപ്പം നയന, ആഹാ അത് കൊള്ളാലോ, അങ്ങനെ ചെയ്തോ, നിങ്ങൾ അടിക്കണമെങ്കിൽ അടിച്ചോ. പക്ഷേ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ അനന്തപുരി തറവാട്ടിൽ നിന്ന് ആരൊക്കെ പുറത്താകുമെന്ന് മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി. കേട്ടോ കേട്ടോ നവ്യേ, അവൾ പറഞ്ഞത് കേട്ടോ? നമ്മളെല്ലാവരെയും അവൾ അനന്തപുരിയിൽ നിന്ന് അടിച്ചിറക്കുമെന്നല്ലേ അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം? ഇതെല്ലാം കേട്ടുകൊണ്ട് വരികയായിരുന്നു നമ്മുടെ ദേവയാനി. അപ്പം ദേവയാനി ഇവരെന്താ പറയുന്നതെന്ന് അറിയാൻ വേണ്ടി ഇവിടെ മാറി അങ്ങോട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ നയന, ചേച്ചി ചേച്ചി എന്തിനാണ് ചേച്ചി ഇങ്ങനെ വാശി പിടിക്കുന്നത്? ഇങ്ങനെ വാശി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോഴേക്കും നവ്യാണെങ്കിൽ, എനിക്ക് ഈ വീട്ടിൽ നിൽക്കണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല, അല്ലെങ്കിലും ഒരു വൃത്തികെട്ടവൻ താമസിക്കുന്ന വീടാണല്ലോ. അപ്പം പിന്നെ ഞാനെന്തിനാ ഈ വീട്ടിൽ താമസിക്കുന്നത്? എനിക്ക് എവിടെയെങ്കിലും ഇറങ്ങിപ്പോയാലും യാതൊരു പ്രശ്നവുമില്ല. ചേച്ചി എൻ്റെ ഭർത്താവിനെ കുറിച്ച് അങ്ങനെയൊന്നും പറയരുത്. ആദർശേട്ടൻ വൃത്തികെട്ടനല്ല, നല്ലവൻ തന്നെയാണ്. എടി നയന, നീ എന്തിനാ വീണ്ടും അയാളിങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്? എനിക്ക് അയാളെ വെറുപ്പാണ്. സത്യങ്ങളെല്ലാം അറിഞ്ഞതിൽ പിന്നെ എനിക്ക് അയാളെ ഒരു നല്ല രീതിയിൽ കാണാനായിട്ട് കഴിയുന്നില്ല. നീ വീണ്ടും എന്തിനാണ് ഇങ്ങനെ അയാളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്? നിനക്കൊന്ന് നിർത്താവോ? നിന്നെ ചതിച്ച മനുഷ്യനല്ലേ അയാൾ, പിന്നെ നീ എന്തിനാ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, എൻ്റെ ആദർശേട്ടനെ എനിക്ക് വിശ്വാസമാണ്. എനിക്ക് അതാരെയും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് വിശ്വാസമായതിൽ അതും മതി. അതിൽ നിങ്ങൾ കയറി ഇടപെടേണ്ട കാര്യവും ഇല്ല. പിന്നെ ചന്തുമോളെ, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്ന പ്രശ്നമില്ല. എൻ്റെ ആദർശേട്ടൻ ഒരു തെറ്റ് ചെയ്യില്ലെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ആ വിശ്വാസം മതി എൻ്റെ മനസ്സിൽ എന്ന് പറയുകയാണ് നയന. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ജലജയ്ക്കുവാണെങ്കിൽ ആകെ കാലി വരികയാണ്. ഇനി ഈ കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ മുന്നിലേക്ക് വരണ്ട. ഞാൻ ഏതായാലും മോളോട് പറഞ്ഞോളാം, ചേച്ചിയുടെ റൂമിലേക്ക് വരരുതെന്ന്. എന്താ അത് പോരെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന അവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ ജലജ പറയുകയാണ്, കണ്ടില്ലേ അവൾ അഹങ്കാരം കണ്ടില്ലേ? അവൾ ഒരിക്കലും ആ കുഞ്ഞിനെ പറഞ്ഞു വിടാനായിട്ട് പോകുന്നില്ല മോളെ. ആദർശിന് അത്രമാത്രം വിശ്വാസമാണ്. ആദർശ് അവൾ ഇത്രയും വഞ്ചിച്ചിട്ട് കൂടിയും അവള് ആദർശിനെ ഒരു തെറ്റായ കണ്ണിലൂടെ കാണുന്നില്ല. അപ്പം മനസ്സിലായില്ലേ? കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അതാണ് ആൻറ്റി എനിക്കും മനസ്സിലാവാത്തത്. എന്താണ് അവൾ ഉദ്ദേശിച്ചത് എനിക്ക് അറിയില്ല. ഒരു പെണ്ണും സഹിക്കാത്ത കാര്യമല്ലേ അവൾ കേട്ടതും അറിഞ്ഞതും ഒക്കെ. എന്നിട്ട് അവൾ എന്താ ഇയാളുടെ പിന്നാലെ വീണ്ടും നടക്കുന്നത് എന്നൊക്കെ ചോദിക്കുക. പക്ഷേ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് പോവുകയാണ് ദേവയാനി. അങ്ങനെ ദേവയാനി നേരെ റൂമിലേക്ക് ചെന്നിട്ട് നേരെ കിരണിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ആൻറ്റി എന്താ ആൻറ്റി വിളിച്ചത് എന്ന് ചോദിക്കുകയാണ്. മോനെ കിരണ, നീ എവിടെയാണ്? നിനക്ക് ബിസിയാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും, ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മോനെ, എനിക്ക് എന്നെ ഒന്ന് കാണാൻ വരാനായിട്ട് പറ്റുമോ? അതെന്ത് ചോദ്യം ആൻറ്റി? ആൻറ്റി അല്ലേ വിളിച്ചത്, അപ്പോൾ പിന്നെ എനിക്ക് വരാതിരിക്കാനായിട്ട് പറ്റുമോ? ആൻറ്റി പറ, എന്താ ആൻറ്റി കാര്യം? ഞാൻ എവിടെയാണ് വരേണ്ടത്? അതൊക്കെ നേരി കാണുമ്പോൾ ഞാൻ മോനോട് പറയാം. ആൻറ്റിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ വീട്ടിൽ? ഏയ് പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നടക്കുന്ന ചില കാര്യങ്ങളെല്ലാം നിനക്കറിയാം. ചില കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ട് മോനെ, അതുകൊണ്ടാണ് നിന്നെ കാണണമെന്ന് പറഞ്ഞത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ രണ്ടുപേരും കാണുന്ന കാര്യം ഏതായാലും ആദർശിനോടോ നയനോടോ വിളിച്ച് പറയരുത് കേട്ടോ. ഏതായാലും നമ്മൾ എപ്പോഴും കാണാറുള്ള ആ റെസ്റ്റോറൻ്റ് ഇല്ലേ, അവിടെ കണ്ടാൽ മതി. ശരി ആൻറ്റി, ഞാൻ വരാം ആൻറ്റി പെട്ടെന്ന് തന്നെ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ വയ്ക്കുകയാണ്. ദേവയാനി മനസ്സിൽ രണ്ടും കൽപ്പിച്ച അങ്ങനെ ദേവയാനി കാർ എടുത്തിട്ട് കിരണിനെ കാണാനായിട്ട് ചെല്ലുക. പോകുന്ന സമയത്ത് കിരണിൻ്റെ കാറ് കാണുകയാണ്. ഉടനെ തന്നെ കിരണിനെ വിളിച്ചിട്ട്, മോനെ കിരണെ, റെസ്റ്റോറൻറ്റിലേക്ക് പോകണ്ട കേട്ടോ, നിന്നെ ഞാൻ കണ്ടു, നിൻ്റെ പിന്നാലെ ഞാനുണ്ട്, നമുക്കിവിടെ എവിടെയെങ്കിലും മീറ്റ് ചെയ്യാം, നീ കാർ നിർത്ത് എന്ന് പറയുക. അങ്ങനെ നമ്മുടെ കിരൺ കാർ നിർത്തുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി കാണാൻ ഉദ്ദേശിക്കുക. അപ്പോൾ നേരെ കിരണിൻ്റെ അടുത്തേക്ക് ദേവയാനി ചെല്ലുകയാണ്. ദേവയാനി ചെന്ന് നിന്ന് കഴിഞ്ഞപ്പോഴേക്കും, എന്താ ആൻറ്റിക്ക് തന്നെ കാണണമെന്ന് പറഞ്ഞത്? എന്തെങ്കിലും അത്യാവശ്യമാണോ? അത്യാവശ്യമുള്ളത് കൊണ്ടാണല്ലോ നിന്നെ കാണണമെന്ന് പറഞ്ഞത് മോനെ, ചില കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയാ. എന്താ ആൻറ്റി? വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മുഴുവനും നിനക്കറിയാലോ.
ഇപ്പോൾ ആദർശും നയനയും ഒക്കെ വലിയൊരു പ്രതിസന്ധിയിലാണ്. ഒരു കൊച്ചും കൂടി വന്നിട്ടുണ്ട് അവിടെ, ചന്തുമോള്. ഇത് കേട്ടാൽ നമ്മുടെ കിരണാകെ ഒന്ന് ഞെട്ടുകയാണ്. ദൈവമേ, ഇനി എന്താണാവോ ആൻറ്റിക്ക് പറയാനുള്ളത് എന്നാണ് കിരണോട് ചിന്തിക്കുന്നത്. അപ്പോൾ ദേവയാനി പറയാണ്, എനിക്ക് ഓരോരോ സത്യം അറിഞ്ഞാൽ മതി, എനിക്ക് നിൻ്റെ നാവിൽ നിന്ന് സത്യം അറിയണം, നീ എന്നോട് സത്യം പറഞ്ഞേ മതിയാവുള്ളൂ. ദേ കിരണേ, നീയും ആദർശും രണ്ടല്ല ഒന്നാ, ഒറ്റ മനസ്സുള്ളവർ. അവൻ എന്ത് കാര്യമുണ്ടെങ്കിലും നിന്നോട് തുറന്നു പറയുന്നതാ. അപ്പോൾ അതേപോലെ തന്നെ എന്നോടും ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയണം, അല്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല മോനെ. നീ അത് പറഞ്ഞേ മതിയാവുള്ളൂ. ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ. ഇത് കഴിഞ്ഞപ്പോഴേക്ക് എന്താ ആൻറ്റി, എന്താ കാര്യം പറ. ഇപ്പോൾ ആദർശിൻ്റെ മേലൊരു കുറ്റം വീണിരിക്കുകയാണ്. ചന്തുമോളുടെ അച്ഛൻ അവനാണെന്നും പറഞ്ഞുകൊണ്ട്. ആ ഒരു സത്യം എനിക്കറിയണം. ചന്തുമോളുടെ അച്ഛൻ അവനാണോ എന്ന് ചോദിക്കുകയാണ് കിരണിനോട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, ആൻറ്റി ഞാനൊരു കാര്യം പറയാം. കിരണ് ഈ ആദർശിന് ഒരു പെണ്ണിനെ പോലും ദ്രോഹിക്കാനൊന്നും പറ്റില്ല. ഒരു പെണ്ണിനെ അനാവശ്യമായ കണ്ണോടെ അവൻ നോക്കില്ല. അവൻ അത്രയ്ക്കും നല്ലവനാണ്. നീ പറഞ്ഞത് ശരിയാണ് കിരൺ, എനിക്കറിയാം എൻ്റെ മോനെ. അവൻ ഒരു പെണ്ണിനോട് ഇങ്ങനെ ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ ഈ ഇങ്ങനൊരു പെണ്ണുള്ള കാര്യം അവൻ എന്നോട് പോലും പറഞ്ഞിട്ടില്ല. നിനക്കറിയായിരുന്നോ അങ്ങനെ ഒരു പെണ്ണിനോട് കാര്യം? നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഏയ് ഇല്ല ആൻറ്റി, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇവൻ ഇങ്ങനൊരു കെണിയിൽ പെട്ടത്? ഞാൻ പറഞ്ഞല്ലോ ആൻറ്റി, അങ്ങനൊരു കെണിയിൽ ആദർശ് പെട്ടിട്ടില്ല. അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. അന്നാ പറ, ചന്തുമോളുടെ അച്ഛൻ പിന്നെ ആരാ? ആൻറ്റി ഇത്രയൊക്കെ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം. ചന്തുമോളുടെ അച്ഛൻ ആദർശല്ല. അത് ആൻറ്റിക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. പിന്നെ ആരാണ്? പിന്നെ എന്തിനാ അവൻ ഈ തെറ്റ് ഏറ്റെടുത്തത്? അതും കൂടി ഒന്ന് പറ കിരൺ. എനിക്കൊരു മനസ്സമാധാനത്തിന് വേണ്ടിയാണ്. ആൻറ്റിക്ക് ആൻറ്റിയുടെ മകനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ മുഴുവനും നയനക്കറിയാലോ ആൻറ്റി നയനയോട് ചോദിച്ചാൽ പോരെ? നയന സത്യങ്ങളെല്ലാം തുറന്നു പറയാലോ. ശരി, ഞാൻ നയനയെ വിളിച്ചോളാം. ഈ പോകുന്ന വഴി ഞാൻ നയനയെ വിളിക്കുന്നുണ്ട്, അവളോട് സത്യം ചോദിക്കുന്നുണ്ട്. എന്നാലും എനിക്ക് നിൻ്റെ നാവിൽ നിന്ന് കിട്ടണം. എങ്ങനെയാ അവൻ ഈ ചതിക്കുഴിയിൽ വീണത്? ഞാൻ പറഞ്ഞല്ലോ ആൻറ്റി, ഇത്രയും ചോദിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയെങ്കിലും പറഞ്ഞത്. ബാക്കിയെല്ലാം ഇനി അവർ പറയും ആൻറ്റി. പിന്നെ വേറൊരു കാര്യം കൂടി ചിന്തിക്കണം. പിന്നെ മുത്തശ്ശൻ്റെ കാര്യവും. മുത്തശ്ശനും ഇതിനെല്ലാത്തിനും സപ്പോർട്ടല്ലേ? മുത്തശ്ശൻ ഒരു പെണ്ണിനോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുത്തശ്ശൻ ആരോട് ക്ഷമിക്കാത്തതാ. അപ്പം എന്തുകൊണ്ട് നയനയ്ക്കുമെതിരെ ആദർശിനെതിരായിട്ട് എല്ലാം സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു? അപ്പോൾ ആ ഒരു കാര്യം കൂടി ചിന്തിക്കുക. ഞാനത് ചിന്തിച്ചില്ല കിരൺ, എനിക്ക് മനസ്സിലായ കാര്യങ്ങളെല്ലാം. ഏതായാലും നീ പറഞ്ഞത് ഇത്രയും പറഞ്ഞതിന് നന്ദി. എനിക്ക് കുറച്ചെങ്കിലും സമാധാനമായി. ചന്തുമോളുടെ അച്ഛൻ ആദർശമെല്ലാം അറിഞ്ഞല്ലോ. അതിൽ പര സന്തോഷം ഇനി എനിക്കൊന്നും കിട്ടാനില്ല. അവനൊരു തെറ്റും ചെയ്യില്ലെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ എല്ലാവരും കൂടി അവൻ്റെ മേലെ ഓരോ കുറ്റങ്ങളും ചുമത്തുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സഹിച്ചില്ല കിരൺ. അതുകൊണ്ടാണ് നിന്നെ വിളിച്ചത്. ഏതായാലും ശരി കിരൺ, ആൻറ്റി ഏതായാലും നയനോട് ചോദിക്ക്, നയന കാര്യങ്ങളെല്ലാം പറഞ്ഞോളും. ശരി കിരൺ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ പോകുമ്പോഴും ദേവയാനി കാറിലിരുന്നു കൊണ്ട് കിരൺ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനാണ് ആലോചിക്കുന്നത്. ഒരിക്കലും ആദർശ് അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല, ചന്തുമോളുടെ അച്ഛൻ ആദർശല്ല എന്ന് പറഞ്ഞ സകല കാര്യങ്ങളും ആലോചിക്കുകയാണ്. അങ്ങനെയെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ദേവയാനി പെട്ടെന്ന് നയനെ വിളിക്കുകയാണ്. അപ്പം നയന ഓഫീസിലായിരുന്നു. എന്താ അമ്മ എന്താ വിളിച്ചത്? മോളെ നയന, എനിക്ക് നിന്നെ അത്യാവശ്യം ഒന്ന് കാണണം, ചില കാര്യങ്ങളെല്ലാം സംസാരിക്കണം. അയ്യോ അമ്മേ, എന്തു പറ്റി അമ്മേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ നിന്നെ നേരിട്ട് കാണട്ടെ, അതിന് ശേഷം പറയാൻ കാര്യങ്ങളൊക്കെ. എനിക്ക് ഏതായാലും പറയാനായിട്ട് പറ്റില്ല അമ്മേ. ഇപ്പോൾ ഞാൻ ഓഫീസിലാണല്ലോ അമ്മേ. ഞാനിപ്പോൾ എന്തും പറഞ്ഞാണ് അമ്മ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്? കുറേ കള്ളങ്ങളെല്ലാം പറഞ്ഞല്ലോ, അപ്പോൾ ചെറിയൊരു കള്ളം പറഞ്ഞോണ്ട് ഇറങ്ങ്. എന്താ അമ്മേ, ഞാൻ കുറേ കള്ളങ്ങളെല്ലാം പറഞ്ഞത്? അതൊക്കെ വീടിപ്പോൾ വരാൻ പറ്റുമില്ലയോ? ശരിയമ്മേ, ഞാൻ വരാമേ. എന്നാൽ ശരി, പെട്ടെന്ന് ഇറങ്ങിക്കോ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ വയ്ക്കുക. അപ്പോൾ നമ്മുടെ നയന മനസ്സ് ചിന്തിക്കുകയാണ്, എന്തിനാണ് അമ്മ, എന്ത് പറ്റി? അമ്മ എന്തിനാ പെട്ടെന്ന് കാണുമെന്ന് പറഞ്ഞത്? ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. അങ്ങനെ നമ്മുടെ നയന നേരെ ദേവയാനി നിൽക്കുന്ന ആ സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. എന്താ അമ്മേ കാണുമെന്ന് പറഞ്ഞത്? അതെ, ഞാൻ മരിച്ചു പോകുന്നൊരവസ്ഥയിലായിരുന്നു. ആ സമയത്ത് എന്നെ രക്ഷിച്ചത് നീയാണ് നയനെ. എനിക്ക് നിൻ്റെ കരൾ പകർന്നു തന്നു, നിൻ്റെ രക്തം എനിക്ക് തന്നു. അതെല്ലാം ആ സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു തുടങ്ങി. പക്ഷേ നീയാണ് എന്നെ സഹായിച്ചതെന്ന് നീ എന്നോട് പറഞ്ഞില്ലായിരുന്നു. എല്ലാം എന്നിൽ നിന്ന് മറച്ചു വെച്ചു. പിന്നെ നമ്മൾ രണ്ടുപേരും
സ്നേഹിച്ചു തുടങ്ങിയുള്ള കാര്യം ആദർശ് അറിയരുതെന്ന് ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ നീ അനുസരിക്കുകയും ചെയ്തു. ആദർശ് ആ സത്യങ്ങളൊന്നും അറിഞ്ഞില്ല. അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം നമ്മളെല്ലാവരിൽ നിന്നും മറച്ചു വെച്ചിട്ടുണ്ട് അല്ലേ നയനെ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്താമ്മേ, അമ്മ എന്തിനാ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത്? ഈ കാര്യങ്ങളൊക്കെ ഇപ്പം പറയേണ്ട ആവശ്യമുണ്ട് അമ്മേ? ആ, ആവശ്യമുണ്ട്. ഇപ്പോഴും ചില കാര്യങ്ങളെല്ലാം എന്നിൽ നിന്ന് നിങ്ങൾ മറച്ചു വെക്കുകയല്ലേ, ചില സത്യങ്ങളൊക്കെ. എന്താ അമ്മേ, അമ്മ എന്താ പറഞ്ഞു വരുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല അമ്മേ. മനസ്സിലാക്കി തരാം. കിരണിനെ ഞാൻ കണ്ടിട്ടാ വരുന്നത്. കിരൺ എന്നോട് ചില സത്യങ്ങളെല്ലാം പറഞ്ഞു. ചന്തുമോളും ആദർശും തമ്മിലുള്ള ബന്ധം എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടാ വന്നത്. ചന്തുമോളുടെ അച്ഛനല്ല ആദർശം എന്നുള്ള സത്യവും ഞാൻ അറിഞ്ഞു. ഓ, അപ്പൊ കിരണേട്ടനെ അമ്മ കണ്ടല്ലേ? അപ്പൊ സത്യങ്ങളെല്ലാം കിരണേട്ടൻ പറഞ്ഞല്ലേ? ആ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ എനിക്ക് നിന്നിൽ നിന്നാണ് നയനെ സത്യങ്ങളെല്ലാം അറിയേണ്ടത്. നീ സത്യം പറ. ആദർശും ചന്തുമോളും തമ്മിൽ എന്താണ് ബന്ധം? അതെനിക്ക് അറിഞ്ഞേ മതിയാവുള്ളൂ. അമ്മയ്ക്ക് അമ്മയുടെ മകനെ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞില്ലേ? പക്ഷേ എൻ്റെ ഭർത്താവിന് എനിക്ക് വിശ്വാസമാണ്. ഏതായാലും ചന്തുമോളുടെ അച്ഛനല്ല ആദർശേട്ടൻ. ആ ഒരു സത്യം അമ്മ മനസ്സിലാക്കണം. ആ, ഈ കാര്യം എനിക്ക് അറിയായിരുന്നു മോളെ. എന്നോട് കിരൺ പറഞ്ഞായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് അവൻ ഇങ്ങനൊരു ചതിക്കുഴിയിൽ വീണു? അവൻ എന്തിനാ വീണ്ടും ചന്തുമോളെ മകളായിട്ട് സ്നേഹിക്കുന്നത്? അവൻ ഈ നിരപരാധിത്വം ആരുടെ മുന്നിൽ തെളിയിച്ചിട്ടില്ലല്ലോ. എന്തിനാ എല്ലാവരുടെ മുന്നിൽ കുറ്റവാളിയായിട്ട് അവൻ നിൽക്കുന്നത്? ഇതാണ് എനിക്ക് അറിയേണ്ടത് അമ്മേ. പറയാം. എല്ലാത്തിനുള്ള ഉത്തരം അമ്മക്ക് കിട്ടുക തന്നെ ചെയ്യും. അതിനു മുമ്പ് തന്നെ അമ്മ എൻ്റെ കൂടെ ഒരിടം വരെ വരാവോ? എങ്ങോട്ടാ മോളെ? എങ്ങോട്ടാ പോവേണ്ടത്? അതൊക്കെ അവിടെ എത്തുമ്പോൾ അറിയോ അമ്മ. ഏതായാലും എൻ്റെ കൂടെ ഒരിടം വരെ വരാവോ അമ്മയ്ക്ക്? ശരി, നമുക്ക് പോകാം. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി നേരെ ഈ അനഘയുടെ വീട്ടിലേക്ക് പോവുക. അപ്പോൾ ദേവയാനിക്ക് ഒരു എത്തുംപിടിയും കിട്ടുന്നില്ല, ഇത് ആരുടെ വീടാണെന്നൊക്കെ. അപ്പോൾ അവിടെ നിന്ന് വേലക്കാർ പറയാ, ആ മോളെന്നെ ഇതാരാ? ഇത് ആദർശേടൻ്റെ അമ്മയാ. അനഘ ഒന്ന് കാണാൻ വേണ്ടി വന്ന. അനഘയ്ക്ക് എങ്ങനെയുണ്ട് ചേച്ചി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്ത് പറയാനാ മോളെ, അതേ കിടപ്പ് തന്നെയാ. അങ്ങനെയൊന്നും വിശേഷിച്ചൊന്നും പറയാനൊന്നുമില്ല. ഞാൻ ഏതായാലും അനഘയെ പോയി കണ്ടിട്ട് വരട്ടെ കേട്ടോ. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി നേരെ അനഘയെ കാണാനായിട്ട് അകത്തേക്ക് കയറി ചെല്ലുക. അപ്പോൾ അനഘയാണെങ്കിൽ ഓരോ കിടക്കുകയാണല്ലോ. ദേവയാനി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയും ചെയ്യണം. അമ്മേ, ഇതാരാണെന്നറിയാവോ? ഇതാണ് ചന്തുമോളുടെ അമ്മ അനഘ. കിടന്ന കിടപ്പ. മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് ആരും ഇതുവരെ ഒരു ഡോക്ടർമാരും പറഞ്ഞിട്ടില്ല അമ്മേ. ആകെ വല്ലാത്തൊരവസ്ഥയിലാണ്. ഇങ്ങനെ കിടക്കുന്ന ചന്തുമോളുടെ അമ്മയെ കണ്ടിട്ട് എനിക്ക് ചന്തുമോളെ കൈയൊഴിയാനായിട്ട് തോന്നിയില്ല അമ്മേ. അതുകൊണ്ടാണ് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നത് അമ്മേ. ഒരു ഇതുമില്ലാത്തൊരവസ്ഥയാണ്. ഇവർ രണ്ടുപേരും ഗൾഫിലായിരുന്നു. പക്ഷേ നാട്ടിലേക്ക് വന്നതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. തലയ്ക്കൊരു അടിയേറ്റതാ. ഇപ്പോൾ കോമ സ്റ്റേജിലാണമ്മേ. മോൾക്ക് ഒരാപത്തും വരാൻ പാടില്ല. അവൾക്ക് ഒരു കുറവുമില്ലാതെ അവളെ കൊണ്ടുവന്ന് നടക്കണം. ഇത് മാത്രമായിരുന്നു അനഘയുടെ ആഗ്രഹം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ ദേവയാനിയുടെ കണ്ണുകൾ നിറയുക. അപ്പോൾ ദേവയാനി ചോദിക്കാം, ഒരക്ഷരം പോലും മിണ്ടാൻ പറ്റില്ലല്ലേ? ഇല്ലമ്മേ, ഒന്നും മിണ്ടാൻ പറ്റില്ല അനഘയ്ക്ക്. അതുകൊണ്ടാണല്ലോ. പക്ഷേ ഒളിഞ്ഞിരിക്കുന്ന കുറേ രഹസ്യങ്ങളൊക്കെ അനഘയ്ക്ക് അറിയാം. അനഘയൊന്നും മിണ്ടിയാൽ മാത്രമേ സത്യങ്ങളെല്ലാം പുറത്തു വരുള്ളൂ. നമുക്കിനി പോകാം അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനിയും നയനയും കൂടി ഒരു സ്ഥലത്ത് പോയി ഇങ്ങനെ നിൽക്കുക. ഇപ്പം മനസ്സിലായില്ല അമ്മയ്ക്ക് കാര്യങ്ങളെല്ലാം? അല്ല, മനസ്സിലായി. പക്ഷേ എന്തിനാണ് ആദർശ് ഇങ്ങനൊരു കാര്യം ചെയ്ത മോളെ? നീ ചന്തുമോളെ ഏറ്റെടുത്തതൊന്നും എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ സത്യങ്ങളെല്ലാം അറിയണ്ടേ? സത്യങ്ങളെല്ലാം അറിയണം. പക്ഷേ അനഘയ്ക്ക് നല്ല രീതിയിലായിരുന്നപ്പോൾ അനഘ നാട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഒരാളെ വിളിച്ചിരുന്നു. അത് നമ്മുടെ മുത്തശ്ശനെയാ. എന്തിനാ മുത്തശ്ശനെ വിളിച്ചത്? മുത്തശ്ശനോട് ആ സമയത്ത് അനഘ പറഞ്ഞായിരുന്നു, അങ്ങയുടെ മക്കളിൽ ഒരാളാണ് എൻ്റെ മോളുടെ അച്ഛൻ എന്നിങ്ങനെ പറഞ്ഞായിരുന്നു. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ദേവയാനി ഞെട്ടുകയാണ്. അതാരാ? ആദർശല്ല ചന്തുമോളുടെ അച്ഛൻ. അപ്പോൾ പിന്നെ അനി അങ്ങനെ തെറ്റ് ചെയ്യില്ലെന്നും നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അപ്പോൾ പിന്നെ ആരാണ് മോളെ? ഇനി ഒരു കൊച്ചുമോനേ ഉള്ളൂ. അത് അഭിയാണ് അമ്മേ. ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ദേവയാനി ആകെ ഒന്ന് ഞെട്ടുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.